ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വലിയൊരു ഡ്രീം സഹായിക്കാൻ പോവാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉംറയ്ക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ 10:52 ആയിട്ടുണ്ട് കേട്ടോ. നൈറ്റാണ്, രാത്രിയാണ്. അപ്പോൾ രാത്രിയുടെ ഫുഡ് കുബൂസും പിന്നെ ബ്രോസ്റ്റഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഉംറയ്ക്ക് പോകാന്നുള്ളത്. അത് എന്തായാലും സക്സസ്ഫുൾ ആവാൻ പോവാണ് ഗൈസ്. ഐ എം സോ ഹാപ്പിനെസ്. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2:45 3:45 ആയിട്ട് ഞങ്ങളിതായി വീട്ടിൽ നിന്ന് ഇറങ്ങണത്. എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ തട്ടൊക്കെ കുത്തി ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോണത്. പിന്നെ അവിടെ എത്തിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ മദീനയ്ക്കാണ് പോകുന്നത്. എന്നിട്ട് കേട്ടോ മക്കയ്ക്ക് പോണത്. അപ്പോൾ മദീനയിൽ നിന്ന് അവിടെ റൂമിലെത്തിയിട്ട് പർദ്ദയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഈ ഒരു ടോപ്പ് ഇവിടെ നിന്ന് എടുത്തതാണ്. പിന്നെ ഈ ഒരു ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി നമ്മളിതാ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കാറിൽ കയറിയിട്ട് നമ്മൾ റിയാദ് വരെ കാറിൽ പോകും. എന്നിട്ട് റിയാദ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിലാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മളിതാ റിയാദിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബസ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ബസ്സാണ്. പിന്നെ നല്ല ഉസ്താദൊക്കെ തന്നെയായിരുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റാണല്ലോ ഉംറയ്ക്ക് പോകണം. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊറോട്ടയും പിന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബസ്സിലുള്ള സ്ഥലം നല്ലതായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോയ്സിനും ഗേൾസിനും വേറെ വേറെയാണ് നിസ്കരിക്കാനുള്ള പ്ലേസ്. അപ്പോൾ ഞങ്ങളങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോണതെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാൻ വെള്ളം എടുത്ത കിണറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ല. എന്തായാലും അത് കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം അത്രയും ഒരു ലക്ക് കിട്ടിയല്ലോ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ പോണത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈന്തപ്പന തോട്ടത്തേക്കാണ് കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റോറീസൊക്കെ ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് റൂമിലേക്കാണ് കേട്ടോ. അങ്ങനെ റൂമിലൊക്കെ എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ മദീന കാണാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് മദീന കാണാൻ പോകുന്നത്. അപ്പോൾ മദീന കണ്ടു. സോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വെരി ഹാപ്പി മൊമെൻറ്റ്. അങ്ങനെ മദീന കണ്ട് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പുലർച്ചയ്ക്കാണ് കേട്ടോ. അപ്പോൾ പുലർച്ചയ്ക്ക് അങ്ങനെ നീറ്റു ഞങ്ങൾ പിന്നെയും മദീനയ്ക്ക് പോയി. പിന്നെ അവിടെ നിന്ന് സുബഹിയൊക്കെ നിസ്കരിച്ചു. പിന്നെയും മദീനയൊക്കെ ഇങ്ങനെ കണ്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ മദീന കാണുമ്പോൾ കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരും. കാരണം ഒരു എന്തൊക്കെയോ പോലെയാണ് കേട്ടോ. നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകണം. അപ്പോൾ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലും ഇങ്ങനെ പ്രാവുകളാണ്. സോ അങ്ങനെ മദീനയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ബസ്സിലിപ്പോൾ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണതെന്ന് പറയുമ്പോൾ യുദ്ധം നടന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടുന്ന് ഉസ്താദ് ഞങ്ങൾക്ക് കുറേ ചരിത്രമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ അതാണ് അപ്പോൾ ഉഹുദ് മല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെയും ബസ്സിൽ കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണതെന്ന് പറയുമ്പോൾ ഖുർആൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെയായിട്ട് ഖുർആൻ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ ഖുർആൻ്റെ പേജുകൾ എല്ലാം കാണാൻ പറ്റിയിട്ടോ ഞങ്ങൾക്ക്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ഫ്രീ ആയിട്ടും കിട്ടും. ഞങ്ങൾക്ക് 5 ഖുർആനാണ് കേട്ടോ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. 4 ഖുർആൻ വലുതും പിന്നെ 1 ഖുർആൻ ചെറുതും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 ഖുർആൻ തന്നു. ഇപ്പം ഞങ്ങൾ പോണതെന്ന് പറയുമ്പോൾ ഒരു പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ
നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു ഷെൽഫിലാണ് ഞങ്ങൾ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ പോണതെന്ന് പറയുമ്പോൾ ബദർ യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്, പക്ഷെ നാട്ടിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കടയിൽ നിന്ന് ഇതാ കപ്പ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വിശന്നിട്ടിരിക്കുകയായിരുന്നു. രാവിലെ ആ ഒരു പത്രിക കഴിച്ചതാണ്. പിന്നെ ഗായ്സ് ഞങ്ങളിപ്പോൾ പോണത് എങ്ങിട്ടാണെന്നറിയോ? വെരി എക്സൈറ്റഡ് ആണ് ഞാനിപ്പോൾ. മക്കയ്ക്കാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോണത് ഗായ്സ്. അങ്ങനെ ഞങ്ങളിതാ മക്കയത്തെ റൂം ഇതാണ് കേട്ടോ. നല്ല അടിപൊളി റൂമാണ്. മദീനത്തെ റൂമിനേക്കാൾ എത്രയോ നല്ല റൂമായിരുന്നു. അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് വിശന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ അവിടെ നല്ലൊരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. അങ്ങനെ ഗായ്സ് ഞങ്ങളിതാ കഅബ കാണാനായിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്, നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ലക്ക് കിട്ടാൻ പോണത്. അങ്ങനെ ഞങ്ങളിതാ കഅബ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് റൂമിൽ നിന്ന് കഅബയ്ക്ക് പോകാൻ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കാലൊക്കെ കടയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. കഅബ കണ്ട മൊമെൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് അല്ലാഹ് ഇത് എൻ്റെ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുമ്പോൾ സത്യം നമ്മുടെ കണ്ണിൽ കൂടെയൊക്കെ നന്നായിട്ട് വെള്ളം വരും. പിന്നെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കും. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. അതങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, അത് നേരിട്ട് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് കഅബ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. സഫ മർവേൻ്റെ ഇടയിൽ 7 വട്ടം നടക്കാണ്ട് സായി ചെയ്യാൻ കേട്ടോ. ഇതിലാണ് എനിക്ക് കൂടുതലും കാല് കടഞ്ഞത്. ഞാനും ഉമ്മയും നടക്കുകയാണ്, ഉപ്പ ഫ്രണ്ടിലാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ സായിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ മുടിയൊക്കെ മുറിച്ചു. അവിടെ വന്നിട്ട് മുടി മുറിക്കലൊരു അതാണല്ലോ. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ റൂമിലെത്തി. എന്നിട്ട് ഇതാ രാത്രിയത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറും പിന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ ഉറങ്ങുകയാണ്. അപ്പോൾ നാളെ നമുക്ക് കാണാം ഗൈസ്. പിന്നെ അങ്ങനെ ഗൈസ് ഇതാ രാവിലെ ആയി. സോ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട കാഴ്ചകൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വാസമാവണില്ല. ഞാൻ ഇപ്പോഴും കഅബ കണ്ടു ഉംറ ചെയ്തു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമാവണില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും നമ്മൾ കഅബ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഫീൽ അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഗൈസ്. കാരണം അത്രയ്ക്കും നമ്മുടെ ലൈഫിൽ തന്നെ വലിയൊരു കാര്യം നടന്ന ഒരു ഫീലാണ് ഗൈസ്. പിന്നെ അങ്ങനെ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു ഗൈസ്. പിന്നെ എൻ്റെ ദീദി വരും. ദീദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ചെറിയ അനിയത്തി വരുന്നുണ്ട്. പിന്നെ ദീദിക്ക് കുഞ്ഞൊരു മോനും ഉണ്ട്, 4 വയസ്സൊക്കെയാണ് കേട്ടോ. സോഡ സ്പ്രൈറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും പർദ്ദയൊക്കെ ഇട്ട് ഞങ്ങളിതാ മക്കയ്ക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ദീദി, ഇതാണ് ദീദീൻ്റെ മോന്. അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടി ദീദീൻ്റെ ഹസ്ബൻഡ് മീൻസ് എൻ്റെ കുഞ്ഞുപ്പാനെ കാണണം. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ മക്കയ്ക്ക് പോവാണ്. അങ്ങനെ ഗായ്സ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എടുത്ത റൂമിൻ്റെ കുറേ ദൂരമുണ്ട്. ഞങ്ങളെടുത്ത റൂമിന് കുറേ നടന്നാലാണ് ഈ മക്കയ്ക്ക് എത്തുക കേട്ടോ. നല്ല ദൂരമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മക്കയിലെത്തി. അപ്പം നമ്മളിതാ എക്സലേറ്ററിൽ കയറിയിട്ട് കുഞ്ഞുപ്പാൻ്റെ അടുത്തേക്ക് പോകാനാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞുപ്പ. അപ്പം ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് വാങ്ങണം എന്നുണ്ടായിരുന്നു. സോ അങ്ങനെ അവനിക്ക് വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ദീദിൻ്റെ മകൻ അയാൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അയാൾക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സൗദിയിൽ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്, ബട്ട് ഇവിടെ നിന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനത് വാങ്ങി. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ബബിൾക്കാണ്. ഞങ്ങൾ കുഞ്ഞുപ്പാൻ്റെ അങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് ഷവർമയും ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ എക്സലേറ്ററിൽ കയറിയിട്ട് താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ. ഞങ്ങൾ സൗദിയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് മഴ കാണുന്നത്. സോ നല്ല സന്തോഷമുണ്ട്. കാരണം ഇത്ര ദിവസം ഞങ്ങൾ വന്നിട്ട് ഇവിടെ മഴ കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഉംറയ്ക്ക് വന്നപ്പോൾ മഴ കാണാൻ പറ്റിട്ടോ. അത് നല്ല സന്തോഷമുണ്ട്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രി പൊറോട്ടയും പിന്നെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു റൂമിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ലാൻഡ് ഫോൺ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ നേരിട്ടിട്ട് അങ്ങനെ അടുത്ത് നിൽക്കി ഇങ്ങനെ തൊടാനും ഇങ്ങനെ കളിക്കാനൊക്കെ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ ഐ എം വെരി ഹാപ്പി. ഇതിൽ ഞാൻ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഇതിൽ കുറേ നേരം ഇരുന്ന് കളിച്ചു. കാരണം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇതിലിങ്ങനെ ഇതാക്കാനൊക്കെ. സോ അങ്ങനെ ഒരു ലക്കും കിട്ടി. പിന്നെ ഫ്രണ്ട്സ് അങ്ങനെ കപ്പ് കേക്കൊക്കെ തിന്നു. പിന്നെ സമയം കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി. പിന്നെ രാവിലെ മീൻസ് ഒരു പുലർച്ചെ ടൈമായിട്ടുണ്ടായിരുന്നു നീറ്റപ്പോൾ. 1:55 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി റെഡിയായി. ഞങ്ങൾക്ക് മറ്റേ വിടവാങ്ങൽ തവാഫ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളിതാ ലിഫ്റ്റിലൊക്കെ കയറി താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ മക്കയിലെത്തി. പിന്നെ അങ്ങനെ തവാഫിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഗായ്സ് എനിക്ക് ഈ കഅബ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ വിടവാങ്ങൽ തവാഫൊക്കെ ചെയ്ത് പിന്നെ സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. പിന്നെ കപ്പ് കേക്ക് തിന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാൻ കപ്പ് കേക്കാണെന്ന്. അത് കാരണം ഇതിന് 1 റിയാലാണ്. അപ്പോൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ അത് തിങ്ങിയാണ്. സോ അങ്ങനെ പിന്നെ കുറച്ച് നേരം വിൻഡോ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഒരു പുലർച്ചെ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു, ഒരു ഇരുട്ടൊക്കെ ആയിരുന്നു. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇന്നാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോണ ദിവസം. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ ഫുഡും കഴിച്ചു കേട്ടോ. കുളിയൊക്കെ പിന്നെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റൂം വിട്ട് പോകണതിൽ കുറച്ച് സങ്കടമുണ്ട്. കാരണം നല്ല റൂമായിരുന്നു, അതുകൊണ്ടും ആണ്. അപ്പോൾ ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബസ്സിൽ കയറി. പിന്നെ കുറച്ച് സ്റ്റക്കൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം. അതെൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഒരു സ്ഥലത്ത് നിന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പം ഞങ്ങളിതാ ഇവിടെ ഇരുന്നിട്ടാണ് ആ ബസ് ഗ്രൂപ്പത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബ്രോസ്റ്റഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബർഗറിൻ്റെ ആ ഒരു ബന്നും കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ബസ്സിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. അപ്പം ഇവിടെ ഇറങ്ങി കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബസ് പിന്നെ പോയി. കാരണം ഞങ്ങൾക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഞങ്ങളുടെ സ്ഥലം ഇവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഇറങ്ങി. പിന്നെ കാറ് വിളിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. പിന്നെ അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ ഉറങ്ങാനുള്ള ഒരു ഇതൊക്കെ ആയി. പിന്നെ ഉറങ്ങിയിട്ടിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. പിന്നെ നിങ്ങൾ എത്ര പേര് ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബൈ.